കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതിരിക്കട്ടെ, എന്റെ അച്ഛനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നിന്റെ അച്ഛന്റെ കാര്യം ഒന്ന് പറഞ്ഞേ. അയാൾ എന്താ വലിയ രാജാവാ? എന്റെ അച്ഛനെ പറയുന്നോടി നിന്നെ ഞാൻ. ഏട്ടത്തിയമ്മയോട് എനിക്ക് ബഹുമാനമില്ലെന്നല്ലേ പറഞ്ഞേ. പക്ഷെ ആ ബഹുമാനത്തിന്റെ പേരില ഇതുവരെ മിണ്ടാതിരുന്നേ. പക്ഷെ എന്റെ ഭാര്യയുടെ നേരെ കയ്യോങ്ങാൻ നോക്കിയാലുണ്ടല്ലോ, ഈ സ്ഥാനമൊക്കെ ഞാനങ്ങ് മറക്കും. മനസ്സിലായല്ലോ? ഊർമിള ചേച്ചി എന്റെ നേരെ കയ്യൊങ്ങിയതും എന്തൊരു ദേഷ്യമായിരുന്നു ദേവേട്ടന്. എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. നമ്മുടെ സ്നേഹം അത്ര പെട്ടെന്നൊന്നും മായുന്നതല്ലല്ലോ ദേവേട്ട.
എന്താ ഇവിടെ നിന്ന് കാണിക്കുന്നത്? ഞാനെന്ത് ചെയ്യാനാ? ജുബ്ബ മടക്കിക്കായിരുന്നു. സാധാരണ എല്ലാരും ബെഡേ വെച്ചാണ് അത് മടക്കി വെക്കാറ്. അല്ലാതെ ദേഹത്ത് നിർത്തിയിട്ടുണ്ടല്ല തുണി എല്ലാരും മടക്കി വെക്കുന്നത്. അല്ല, എന്റെ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നേ? തന്നെ ഞാൻ ചെയ്യണ്ടേ? ആ, ചെയ്യണ്ട. വീണ്ടും ചോദിക്കുന്നതിനാ? ശരിക്കും ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ടേ ദേവേട്ടാ? ഇവിടുത്തെ എന്തിനുള്ള പുറപ്പാടാ? കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. അല്ലാതെ ഞാൻ ചെയ്യണ്ടേ ഇങ്ങനെ കൊഞ്ചിക്കഴിഞ്ഞ് നിൽക്കുകയല്ല വേണ്ടത്. എന്റെ ഡ്രസ്സ് അവിടെ വെച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. ഞാൻ പോയി കിടന്നോളാം. അതിനു മുമ്പ് നമുക്ക് അച്ഛൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഏത് കാര്യത്തെക്കുറിച്ച്? അതെന്താ അപ്പോഴേക്കും മറന്നുപോയോ? അച്ഛൻ നമ്മളോട് ചോദിച്ച സമയത്ത് നമ്മളും വാക്ക് കൊടുത്തില്ലായിരുന്നോ? അത് തന്നെയാ. എന്താന്ന് പറയാൻ പറഞ്ഞേ? ദേവേട്ടന് അറിയാലോ. എനിക്കറിയാം, എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനുള്ള ശ്രമമല്ലേ. പോടക്കള്ള. ശരി, ഞാൻ തന്നെ പറയാം. ഒമ്പത് മാസം കഴിയുമ്പോഴത്തേക്കും ഇരട്ടക്കുട്ടികളെ കൊടുക്കാന്ന് നമ്മൾ സമ്മതിച്ചതല്ലായിരുന്നോ? എന്ന് കരുതി എന്നൊക്കെ ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? ദേവേട്ടൻ എന്താ ഒന്നും അറിയാത്തതുപോലെ? നമ്മള് കൊടുത്ത വാക്ക് നമ്മൾ നിറവേറ്റണ്ടേ ദേവേട്ടാ? അതിന് വാക്ക് കൊടുത്തതേ നീ മാത്രം. അത് തന്നെ തന്നെ നടത്തിയാ മതി. തന്നെ തന്നെ എങ്ങനെ നിറവേറ്റാൻ പറ്റും? ഇപ്പൊ അതിന് വഴിയൊരുക്കേണ്ടതാരാ? ഡോക്ടർ പറഞ്ഞതെന്താ? അതും മറന്നുപോയോ? അച്ഛന്റെ ഹൃദയം വീക്കാണെന്നാ പറഞ്ഞത്. നമുക്ക് കുട്ടികളുണ്ടായ ശേഷം അച്ഛൻ ആ കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കാൻ തുടങ്ങുമ്പോ ആ സന്തോഷത്തിൽ അച്ഛന്റെ അസുഖമെല്ലാം പമ്പ കിടക്കും. ഒമ്പത് മാസത്തിന് മുന്നേ കൊടുത്തേക്കാന്നാ വാക്ക് കൊടുത്തിരിക്കുന്നെ. ഇപ്പൊ തന്നെ 2 ദിവസം വെറുതെ പോയിരിക്കാം. അങ്ങനെ ഓരോ ദിവസവും കണക്കെടുത്തോണ്ട് എന്റെ മോള് കിടന്നു. അയ്യോ, അങ്ങനെ കിടന്ന് ഉറങ്ങിയാ ശരിയാവോ? ഞാൻ പറഞ്ഞത് ദേവേട്ടന് മനസ്സിലായില്ലെന്നുണ്ടോ? മതി, നിർത്ത്. നിന്റെ ഈ ഓവർ ആക്ഷൻ ഒന്നും എന്റെ അടുത്ത് വേണ്ട. ഡ്രാമാക്യൂന്ന് പേരിട്ടത് നന്നായി ചേരുന്നുണ്ട്. അയ്യടാ, അച്ഛന് വാക്കുകൊടുത്തു പോയി, അച്ഛമ്മയ്ക്ക് വാക്കുകൊടുത്തു പോയി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തകിടം പറഞ്ഞാലും ഇവിടെ ഒന്നും അനങ്ങാൻ പോകുന്നില്ല. നിന്റെ നേരെ ആ രീതിയിലൊരു നോട്ടം പോലും ഉണ്ടാവില്ല. ചെന്ന് കിടക്കാൻ നോക്കടി. എന്നാ പിന്നെ ഇരട്ടക്കുട്ടികള് പാടായിരിക്കും. ഒരാളെ പ്ലാൻ ചെയ്താലോ? ഒരെണ്ണം തന്നാലുണ്ടല്ലോ. മാറി നിൽക്കാൻ എന്നാ പിടിച്ചു. പരിഭവം പങ്കജാക്ഷൻ. എന്താണ്? ദേവേട്ടന് പറഞ്ഞതല്ല. കിടന്നുറങ്ങാൻ നോക്ക്. എന്താ?
എന്നോട് നിലത്ത് കിടക്കാൻ പറഞ്ഞിട്ട് സുഖമായിട്ട് കിടക്കെ കിടന്നുറങ്ങുന്നത് നോക്കിക്കേ. പരിഭവം പങ്കജാക്ഷൻ. ജാലകങ്ങൾ തേടി വന്നു രാവിൽ കാവൽ മേഘമെന്ന പോലെ മുന്നിൽ നിന്നെ നോക്കി നിന്നു മുന്നിൽ മനസ്സിൻ ചിപ്പിയിലെന്നു വന്നൊരു വെൺമുത്തേ. അശ്രുവിലാളും പുഞ്ചിരിയായി ഞാൻ നിന്നെ കൂടി വച്ചേ. നീലരാവിനാഴം തന്നിൽ പാരിജാത ഗന്ധമെന്ന പോലെ. ഇതെന്താ വൈദേഹി അവിടെ കിടന്ന് ഉറങ്ങാണല്ലോ. പിന്നെ ആരായിരിക്കും എൻ്റെ അടുത്ത് വന്ന് കിടന്നത്? ഇനിയിപ്പോ ഞാൻ വല്ല സ്വപ്നം കണ്ടതാണോ? ചിലപ്പോ ആയിരിക്കും. അവൾ അവിടെ തന്നെ കിടക്കുകയാണല്ലോ. പിന്നെ എന്നെ തൊട്ടതാരായിരിക്കും? മുഖത്താരോ ഊതിയ പോലെ തോന്നുകയും ചെയ്തു. ഭഗവാനെ, വല്ല പ്രേതോ പിശാചോ വല്ലതും ആണോ? എൻ്റെ അമ്മ. എന്തുപറ്റി ദേവേട്ടാ? ഒന്നുമില്ല. ചൂലെന്താ ഇവിടെ? എനിക്ക് പകരാണോ കൊണ്ടുവച്ചേക്കുന്നേ? ഈ മുറിക്കകത്ത് പ്രേതവും പിശാചൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. എന്നെ ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. അടുത്തൊരു ചൂല് വെച്ചിട്ട് കിടന്നിറങ്ങിയ പ്രേതങ്ങളൊന്നും അടുക്കില്ലെന്നാ ഇന്ദു എന്നോട് പറഞ്ഞിട്ടുള്ളത്. പേടിയാണെങ്കിൽ ഞാൻ കൂടെ വന്ന് കിടന്നോട്ടെ. നീ എന്ന പ്രേതത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ പേടി. ഈ പ്രേതം എന്റെ ജീവിതത്തില് വിടാതെ പിടികൂടിയിരിക്കുകയാണല്ലോ. എന്നാലും ഞാൻ വിടാൻ പോകുന്നില്ല.
പരിഭവം പങ്കജാക്ഷൻ. അത് പിന്നെ ദേവേട്ടന് പ്രേതത്തെ പേടിയാണോ? മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കടി. ദേവേട്ടാ, മിണ്ടാതെ കിടക്കാൻ. സാരല്ല. വൈദേഹി, 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 വൈദേഹി. അയ്യോ, എന്തോ വാതില് തുറന്നേ. എന്റെ രാമ, ഞാനിപ്പോ എന്താ ചെയ്യാ? ഇങ്ങനെ അകന്ന് കിടക്കാന്നറിഞ്ഞ അവിടെ തീരുവല്ല. വാതില് തുറക്കും മോളെ. ദേ വരുന്നു എന്തമ്മേ. അയ്യോ, മോളെ വൈദേഹി, വാതില് തുറക്ക്. വൈദേഹി, എത്ര നേരായി വിളിക്കുന്നു. വാതില് തുറക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യാ? വൈദേഹി, മോളെ വാതില് തുറക്ക്. എത്ര നേരായി ഞാൻ വിളിക്കുന്നത്. ദേ വരുന്നു. ഒരു മിനിറ്റ് എന്തോമ്മേ. എന്താ മോളെ ഇത്? ഇവൻ ഇനി എണീക്കാറായില്ലേ? ദേവാ, ദേവാ, എണീക്കടാ. എന്താ എന്തു ഇത്? 5 മണിയല്ലേ ആയുള്ളൂ. എന്തിനു ഇപ്പൊ തന്നെ എണീപ്പിച്ചത്? എഴുന്നേറ്റിട്ട് വീണ്ടും കിടക്കുന്നോ? കാലത്ത് തന്നെ അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞതല്ലേ? എഴുന്നേറ്റ് റെഡിയാവാൻ നോക്ക്. എഴുന്നേക്ക്, എഴുന്നേക്ക്, എഴുന്നേക്ക്. എന്തു ഇതെന്താ ചൂലെടുത്ത് തലയ്ക്ക് വെച്ചോണ്ട് കിടക്കുന്നേ?